അങ്ങനെ രാജകുമാരനും രാജകുമാരിയും വർഷങ്ങളോളം സുഖമായി ജീവിച്ചു. കഥ തീർന്നു. ഇനി മോൻ ഉറങ്ങിക്കോ. I'm bored of this kind of kids stories, അമ്മേ. എനിക്ക് വലിയ ആൾക്കാരുടെ സ്റ്റോറീസ് വേണം. മോന് മനസ്സിലാവൂന്നറിയില്ല, എന്നാലും അമ്മ ഒരു കഥ പറഞ്ഞുതരാം. മോൻ കുറേ വളരും മുന്നേ, ഒറ്റയ്ക്ക് തീരുമാനമെടുക്കേണ്ട കാലം വരും മുന്നേ കേട്ടിരിക്കേണ്ട ഒരു കഥ. സോറി റോബിനെ, ഞാൻ അല്പം ഫിറ്റാണ്. നല്ല സങ്കടമുണ്ട്. നിനക്കിതെന്നാത്തിൻ്റെ കേടാ? ഞാൻ യുഎഇ ആനുവൽ ലീവ് എടുത്ത് അതേ ഡേറ്റിൽ തന്നെ നീ ഖത്തറിൽ നിന്ന് ആനുവൽ ലീവ് എടുത്ത് കേട്ടപ്പോൾ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നിന്നെ ഒന്ന് കാണാനും നാട്ടിലൊന്ന് കറങ്ങി നമ്മുടെ പഴയ കോളേജിലൊക്കെ പോയി അടുത്തുള്ള ഷാപ്പിൽ കയറി 2 ഗ്ലാസ് അന്തിയൊക്കെ അടിച്ച് 2 പാട്ടൊക്കെ പാടി ഒരു ഡാൻസൊക്കെ കളിച്ച് സന്തോഷമായിട്ട് പിരിയെന്ന് വിചാരിച്ച നീ എല്ലാം തൊലച്ച്. അല്ലെങ്കിലും ആരാടാ ഖത്തറിൽ നിന്ന് 1 മാസം ആനുവൽ ലീവ് എടുത്ത് യുഎയിലുള്ള അതും ഉമ്മൽക്കോയൻ പോലുള്ള സ്ഥലത്ത് വന്ന് എന്റെ വീട്ടിൽ വന്ന് താമസിക്കുന്നത്? ഞാൻ നിന്റെ ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, അങ്ങനെ പറയില്ല കൂട്ട, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഒറ്റയ്ക്ക് തന്നെയാണോ അതോ മോന് വേറെന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ? എടാ, നീ അവളെ കാണാൻ വന്നതല്ലേ, നമ്മുടെ പഴയ ജൂനിയർ അർച്ചന നായരെ. അമ്പളാ. ഹലോ. നമസ്കാരം സാർ. ഞാൻ സാർ കൊടുത്ത റൂമിന്റെ പരസ്യം കണ്ട് വിളിക്കുകയാണ്. ആ എക്സിക്യൂട്ടീവ് ബെഡ് സ്പേസ് ഇപ്പോഴും ഒഴിവുണ്ടോ സാർ? യെസ്, ഉണ്ടല്ലോ. ഓ ഭാഗ്യം. ഞാൻ ഇപ്പൊ തന്നെ ആ റൂം ഒന്ന് നോക്കിക്കോട്ടെ സാർ. ഇപ്പോഴോ? നേരം 12:30 കഴിഞ്ഞു. ഇനി നാളെ വൈകിട്ടോ ഒറ്റ വരാൻ നോക്കൂ. എനിക്ക് ഇന്ന് തന്നെ റൂം മാറണമായിരുന്നു. എനിക്ക് ഇന്ന് താമസിക്കാൻ മുറിയില്ല സാർ. ഞാനിപ്പോൾ താമസിക്കുന്ന റൂമിൽ ഒരു കശപിശ, എല്ലാവരും കൂടെ വെള്ളമടിയും വേണ്ടാത്ത പ്രശ്നങ്ങളും ആകപ്പാട് ഉണ്ടെന്നുള്ളതായി സാർ. ഇത് റൂം കിട്ടിയില്ലെങ്കിൽ ഞാൻ വല്ല പാർക്കിലോ വല്ലതും പോയി കിടക്കേണ്ടി വരും സാർ. മനസ്സിലായി. എന്നാ പോന്നേക്ക്, അധികം ലേറ്റ് ആവണ്ട. താങ്ക് യു സോ മച്ച് സാർ. സാറിന്റെ ഫ്ലാറ്റ് നമ്പർ ഒന്ന് പറയാമോ? ഗുഡ് ഈവനിങ് സാർ. ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്. ഞാൻ ആ റൂം ചോദിച്ചു വിളിച്ചത്. യെസ്, കയറി വരൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എക്സിക്യൂട്ടീവ് സ്പേസ് ആണ്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ബെഡ്റൂമും ബാത്റൂമും എല്ലാം ഉണ്ടായിരിക്കും. ഞാനിത് ചെയ്യുന്നത് റെൻ്റ് മാത്രം ഉദ്ദേശമല്ല. ഫാമിലി നാട്ടിലായതുകൊണ്ട് ഒരു ഒറ്റപ്പെടൽ, ഒരാളനക്കം ഇല്ല വീട്ടിൽ. നമുക്ക് പറ്റിയൊരാളും ആയിരിക്കണം, അത്രേ ഉദ്ദേശമുള്ളൂ. വരൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കരുത്. അയ്യോ, എൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ. ഇപ്പം താമസിച്ച മുറി ഒരു ഷെയറിംഗ് സ്പേസ് ആയിരുന്നു. ഒരു മുറിയിൽ തന്നെ 5-6 പേർ. സിഗരറ്റ് വലിയും കള്ളുകുടിയും മതവും രാഷ്ട്രീയവും വേണ്ടാത്ത ചർച്ചകളും പിന്നെ വൃത്തിയുടെ കാര്യമൊന്നും പറയുകയും വേണ്ട. അങ്ങനെ പ്രശ്നമായി ഇറങ്ങി വരേണ്ടി വന്നത്. മുറിയൊക്കെ നല്ല വെടുപ്പാ സൂക്ഷിക്കണം. പിന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിലും ഞാൻ നിങ്ങളെ ശല്യം ചെയ്യാൻ വരത്തില്ല. പിന്നെ ഞാൻ വല്ലപ്പോഴും ഡ്രിങ്ക്സൊക്കെ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വലുതൊരു സംസാരമൊന്നുമില്ല. വല്ല സിനിമയോ എല്ലാം കണ്ടിടന്നുറങ്ങും. പിന്നെ വാടകയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 800 ദിറംസാണ് വാടക. 1 മാസത്തെ വാടക അഡ്വാൻസ്. ഓക്കെ? ഓ അതിനല്ല സാർ, ഞാൻ നാളെയോ മറ്റന്നാളോ ആയി തന്നോളാം. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ആകെ പ്രശ്നങ്ങൾ മറ്റുമായി ATM-ൽ പോകാൻ സമയം കിട്ടിയില്ല.
എങ്കിൽ ഞാൻ കഥ അടയ്ക്കാം. നിങ്ങളാകെ വേർതിരിക്കുകയാണല്ലോ. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടോ. അതാണ് നിങ്ങളുടെ മുറി. ബാത്റൂം അവിടെ തന്നെ ഉണ്ട്. ആ, കുളി കഴിഞ്ഞ? അല്പം ഒഴിക്കട്ടെ? അയ്യോ സാർ, ഞാൻ കുടിക്കാറില്ല. ഛേ, നിങ്ങളുടെ കണ്ണ് കണ്ടാ അറിയാലോ നിങ്ങൾ നല്ല മദ്യപിക്കുന്ന ആളാന്ന്. അങ്ങനെയൊന്നുമില്ല സാർ, വല്ലപ്പോഴും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ നിർബന്ധിക്കുമ്പോൾ മാത്രം. ആ, എങ്കിൽ ഒഴിക്കട്ടെ? കള്ളൻ കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓ, ആ കെട്ടുമാറാപ്പും മാറാലയും ഒക്കെ മാറി. കഴിഞ്ഞ ജന്മത്തില് ഞാനെന്തോ പുണ്യം ചെയ്തിട്ടുണ്ട് സാറേ. കുടിക്കാൻ ഗ്ലെൻഫിഡിക് സിംഗിൾ മാൾട്ട് വിസ്കി, സാറിനെ പോലെ ഒരു തറവാടിയുള്ള താമസം, സെപ്പറേറ്റ് ബെഡ്റൂം വിത്ത് അറ്റാച്ച്ഡ് ബാത്റൂം, അതും വെറും മാസം 800 ദിറംസിന്. പിന്നെ എന്ത് വേണം സാറേ? ഞാനൊന്ന് ചോദിച്ചോട്ടെ സാറേ? ചോദിക്ക. സാറിന് ഇതെല്ലാത്തിന്റെ കേടാ. തന്നെ കണ്ട നല്ല പാചകം ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, ആ ഫ്രിഡ്ജില് നല്ല കൊഞ്ചിരിപ്പുണ്ട്, ഒന്ന് എടുത്ത് വരട്ടി നല്ല റോസ്റ്റ് ചെയ്ത് ഒന്ന് സെറ്റായി കൊണ്ടോ. ചെല സാർ ഇതെന്നാ മൈൻഡ് റീഡിങ്ങാ? കുക്കിങ്ങും സംഗീതവും സിനിമയും ഒക്കെ എൻ്റെ പാഷനാണ് സാർ. നല്ല അടിപൊളി കൊഞ്ചുറസുമായി ദാ വന്ന് ഞാൻ. അയ്യോ, കത്തിക്കൊള്ളു സാർ. എന്തായി കാണിക്കുന്നത്? തനി ടാഗ് എടുത്തിട്ടില്ല. അയ്യോ, അത് റൂമിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങേണ്ടി വന്നതാ. ഇന്ന് പുതിയ വാങ്ങിയതാ. കത്തി തരൂ, ഞാൻ തന്നെ മുറിച്ചോളാം. നിനക്കൊരു മാറ്റമില്ലല്ലോ സാജ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? നിങ്ങളാരാ? ഞാനാരെ? യെസ്, 2008 എനിക്ക് നിറയെ മുടിയുണ്ടായിരുന്നു. പക്ഷെ നിനക്കൊരു മാറ്റമില്ലല്ലോടാ സാജ. നീ ഇവിടെ തന്നെ നിൽക്ക, ഞാനിപ്പോ വരാം. ഇവിടെ നിങ്ങളുടെ അനങ്ങിപ്പോയാല് കത്തിയം പള്ളക്കേറ്റും, മനസ്സിലാടാ? ഇപ്പൊ നിനക്കെന്റെ ഓർമ്മ വന്നോ സാജ? റൂമിനല്ലേ ഇത്? 10-15 വർഷം മുമ്പ്, 1-2 വർഷക്കാലം നീ എൻ്റെ റൂംമേറ്റും നല്ല സുഹൃത്തുമായിരുന്നു. എൻ്റെ മാത്രമല്ലടാ, എല്ലാവർക്കും നീയായിരുന്നു ഏറ്റവും വലിയ സുഹൃത്ത്. നീയായിരുന്നു ഏറ്റവും വലിയ സഹായി. ഒരു ദിവസം ഭാര്യയുടെ രോഗപരവും പൈസയുടെ ബുദ്ധിമുട്ടും പറഞ്ഞ് നീ എന്നോട് കരഞ്ഞു. ഈ എടുക്കാൻ കാൽ കാശ് കയ്യിലില്ലാത്തതുകൊണ്ട് എന്റെ സ്വർണ്ണമാലയും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ക്യാഷ് നിനക്ക് ഞാൻ എന്ന് എടുത്തു തന്നു. ഇനിയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിന്നെ സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇല്ലേ? മറ്റെന്തൊക്കെയുണ്ടോ അതെല്ലാം തരാൻ ഞാൻ തയ്യാറായിരുന്നല്ലോ. പിന്നെ നിന്നെ ആ റൂമിൽ കാണാതെയായി.
ക്ലൈമാക്സിൽ നിന്നും ഇതേ കഥ പറഞ്ഞ് നീ പണം വാങ്ങി. പിന്നെ നിന്നെ അന്വേഷിച്ച് ബാങ്കുകാർ, നീ കടം പറഞ്ഞു വെച്ച ഗ്രോസറിക്കാർ, ഹോട്ടലുകാർ, നിന്റെ കമ്പനിയിലെ സ്റ്റാഫ് എല്ലാവരും നിർത്താതെ നമ്മുടെ ആ റൂമിൽ കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളെയൊക്കെ പറ്റിച്ചുകൊണ്ട് നീ എങ്ങോട്ടാണ് മുങ്ങിയത്? കൂട്ടുകാരൊക്കെ കണ്ണിച്ചോരയില്ലാതെ എന്തിനാണ് പറഞ്ഞ് നീ വഞ്ചിച്ചത്? സ്നേഹക്കൂടുതൽ കാണിക്കുന്നവരിൽ മുഴുവൻ നിന്നെ പോലൊരു ചതിയെ ഞാൻ സംശയിക്കാൻ തുടങ്ങി. ആ ഒരു സംഭവത്തിന് ശേഷം ഞാൻ ഒരാൾക്ക് പോലും കാശ് കടം ചോദിച്ചാൽ കൊടുക്കാതെയായി. ഞാൻ മാത്രമല്ല, നീ പറ്റിച്ച നമ്മുടെ മറ്റു കൂട്ടുകാരും. ജനുവിനാവശ്യമായി മറ്റാരെങ്കിലും വന്നാൽ പോലും പിന്നെ ഞാൻ അതെല്ലാം വകവയ്ക്കാതെയായി. നിന്നെപ്പോലെ ഒരുത്തം കാരണം. കൂട്ടുകാരനാണത്ര, കൂട്ടുകാരൻ. ഒരുറ്റ സുഹൃത്തിങ്ങനെ വഞ്ചിക്കുമ്പോൾ പണം മാത്രമല്ലടാ നമുക്ക് നഷ്ടപ്പെടുന്നത്. ആങ്സൈറ്റി, സ്ലീപ്പ് ഡിസോർഡർ, ഡിപ്രഷൻ, ദേഷ്യം, ദുഃഖം, നാണക്കേട്, മുറിവ്, ഒറ്റപ്പെടൽ. ഒരുപാട് മെന്റൽ ട്രോമ തന്നിട്ടാണ് നീ അന്ന് മുങ്ങിയത്. എവിടെയോ വായിച്ചിട്ടുണ്ട്, അലിവോട് കൊടുത്ത് തിരിച്ചു ചോദിച്ചാൽ വെറുപ്പോടെ തിരിഞ്ഞ് കുറിച്ചു നോക്കുന്ന വിചിത്രമായ സ്വഭാവത്തിന്റെ പേരാണ് കടം. സാജൻ, നീ ഉറക്കമുണരുമ്പോൾ ഞാൻ ഡ്യൂട്ടിയിലായിരിക്കും. ഭക്ഷണം ഞാൻ കട്ടിലിനരികെ വെച്ചിട്ടുണ്ട്. സാഹചര്യങ്ങളാണല്ലോ മനുഷ്യരെ മനുഷ്യരാക്കുന്നത്. നിന്റെ അവസ്ഥ എന്തായിരുന്നുവെന്നോ എന്തുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്തുവെന്നോ എനിക്കറിയില്ല. ഒരിക്കൽ നീ എൻ്റെ കൂട്ടുകാരനായിരുന്നല്ലോ. അതുകൊണ്ട് 2 വഴികൾ നിന്റെ മുന്നിൽ ഞാൻ തുറന്നിടുന്നു. 1, നിനക്കെന്നോടെല്ലാം തുറന്നു പറയാം. നിന്റെ ഭാഗത്ത് എന്തെങ്കിലും ന്യായമുണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇനിയും സഹായിക്കാം, കൂടെ നിൽക്കാം. അതിനുള്ള കഴിവ് ഇന്നെനിക്കുണ്ട്. നീ ഞങ്ങളോട് കാണിച്ചതുപോലെ നിന്നോട് ഞങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ. 2, അഥവാ മനസാക്ഷിക്ക് നിരക്കാത്തതാണ് നിന്റെ വഴി എന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ടെങ്കിൽ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഡോറിന്റെ താക്കോലിന്റെ ഒരു കോപ്പി തലേണയുടെ അടിയിൽ വെച്ചിട്ടുണ്ട്. നിനക്കതുകൊണ്ട് രക്ഷപ്പെടാം. ഇനി വീണ്ടും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാത്ത വിധം അകലങ്ങളിലേക്ക്. പ്രലോഭനങ്ങളിൽ വീഴുന്ന ഒരു സുഹൃത്തും ഒരു കൊടിയ ചതിയനും തമ്മിലുള്ള ദൂരം ഏറെ കുറവാണെന്ന് നീയും തെളിയിച്ചു. എൻ്റെ ആർത്തി നിന്റെ സൗഹൃദത്തോട് മാത്രമായിരുന്നു. എന്നാൽ നിനക്കങ്ങനെ ആയിരുന്നില്ലല്ലോ സാജ. അനന്തരം ഷാരോൺ തായ്വേര് മുറിക്കാനായി കോടാലി ആഴ്ത്തിയിറക്കി. സ്നേഹത്തിൻ്റെ ജലം കടത്തിൻ്റെ രൂപത്തിൽ നനച്ചു കൊടുത്ത് പീലാത്തിയോസ് വളർത്തി വലുതാക്കിയ സൗഹൃദത്തിൻ്റെ മഹാവൃക്ഷങ്ങളാണ് ഇല്ലാതാക്കുന്നതെന്ന് ഷാരോൺമാർ എക്കാലവും
അറിയാതെ പോയി. നിന്നിഴലറിയാതിനി നിണമണിയും എൻ പകയുടെ തീവല, നീ തുഴയും കടലിലും ചുഴിയുടെ നടുവിൽ തിരിയും നിൻ തല. നിന്നിരുൾ വഴിയിൽ കണിപടുകുഴികൾ അടിപതറും മാമല, നീ ഉലയുകയായതിലുയരുകയായ എൻ കലിയുടെ തിരയല. പ്രളയവേഗമായി ചുടുനാടിയിൽ ചെഞ്ചോര തേടുമീ വീരം, പതറാതെ നമ്മൾ പുതുതാരകങ്ങൾ വിജയം തിരഞ്ഞു പതിയും ശരങ്ങൾ. ഇരുളും പകലും എരിയും കളം രണരുധിര ചടുല ചതുരംഗമായി, ഇരകളെന്തിനിരുമ്പാലയിൽ ഇനി പാറും തീപ്പൊരി. വേട്ട 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 വേട്ട. Never get away, back on the break. In the full shape, no chance to escape. Hanging it up, gonna hunt you down. We're right on the track, gonna hunt you down. From the 25, gonna hunt you down. Beta, beta, beta. ഗതികളുലയും ഒരു സാഗരം, നിൻ വിധികളതിലും അതിഭീകരം. പുഴകിടറും ഒരു മാമരം, എൻ വിജയ വഴികളിലെ ചാമരം. ഗതികളുലയും ഒരു സാഗരം, നിൻ വിധികളതിലും അതിഭീകരം. പുഴകിടറും ഒരു മാമരം, എൻ വിജയ വഴികളിലെ ചാമരം. തീരാ നോവിൻ തീനാളങ്ങൾ നെഞ്ചിനുള്ളിൽ വേനൽ കാറ്റിലാളുന്നോ. പൊട്ടിപ്പാറും ഇവിടെ ഇനി വീറു നിറയും, ഇനി പതിയെ മുറുകും ഇനി അംഗം. രണാങ്കണങ്ങളിലെ വീണ ചാവേറും ചരിതം മാറും മാമാങ്കം. തീമേഘം ഗഗനം ഇനി ലങ്കാദഹനം, പല വഴി തേടും കഥനം. തലവിധി ഇവിടെ അരിക മരണം. ചതുരംഗമായി ഇരകളെന്തിനിരുമ്പാലയിൽ ഇനി പാറും തീപ്പൊരി. വേട്ട 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 വേട്ട. ഗുഡ് ഈവനിങ് സാർ. ഐ നോ ഇറ്റ്സ് ടു ലേറ്റ്. ഞാൻ ആ റൂം ചോദിച്ച് വിളിച്ചത്. മോന് ഉറക്കം വന്നു.
അച്ഛനും അമ്മയും പോലെ ഈ ലോകത്ത് വേറെ ആരും ഇല്ലാട്ടോ. വലുതാകുമ്പോൾ ഒരു കാരണവുമില്ലാതെ ആരെങ്കിലും ഒരുപാട് സ്നേഹം കാണിച്ചാൽ പൊന്നുമോൻ കുറേ സൂക്ഷിക്കണം കേട്ടോ. അച്ഛേ ഒരുപാട് ലേറ്റായി, വാ നമുക്ക് കിടക്കാം. ഇതാ വരുന്നു മോനെ.